കാണുന്നതാ ബസ് സ്റ്റാൻഡ്. ഞാൻ അവിടെ വരെ വരണോ? വേണ്ട ഡോക്ടർ, ഞങ്ങൾ പൊയ്ക്കോളാം. ഗൗരിയുടെ കയ്യിൽ അഡ്രസ് കൊടുത്തിട്ടുണ്ട്. നാട്ടിലെത്തിയ ശേഷം എഴുതി അറിയിക്കണം. സേഫായിട്ട് എത്തിയെന്ന് മാത്രം. തീർച്ചയായും. ഇനി ഒരിക്കൽ കാണാൻ കഴിയുമെന്ന് ഐ ഹോപ്പ് സോ. വരട്ടെ ഗൗരി. ടേക്ക് ഗുഡ് കെയർ. ഇവിടെ നിന്നോളൂ, ഞാൻ അന്വേഷിച്ചിട്ട് വരാം. ഈ പാലക്കാട് ബസ് ഒന്നും കിടയാതപ്പാ. ഒരു ബസ്സും ഇല്ലേ? ഒന്നുമില്ലപ്പാ, എല്ലാം സൈക്ക്. അല്ല വേലച്ചാമി ഇങ്ങ വാടാ. അത്ര എളുപ്പമൊന്നും നമ്മൾ രക്ഷപ്പെടില്ല. ബസ്സുകാര് പണിമുടക്കില്ല. ആ, ഒരു ബസ്സും എങ്ങോട്ടും പോണില്ലാന്ന്. ജീവനക്കാര് അവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സിന്റെ പിണ്ണവടി യന്ത്രത്തിന് പോണു അത്രേ. അപ്പൊ ഇനി എന്താ ചെയ്യാ? ഇനിയിപ്പൊ എന്തും ചെയ്യാം. വാ. അയ്യോ, മാറി ഇന്ന് നിന്റെ പണി ഞാൻ തീർക്കും. എടാ, മര്യാദക്ക് എന്റെ കണ്ണുമെട്ടത്ത് വരുന്ന നിനക്ക് നല്ലതല്ല. ലിവർ ഒന്ന് താഴെ. നീ ഇതിനടി കയറിയിരിക്കുന്നത്. കഴിവേറി ഇന്ന് നിന്നെ ഞാൻ നിന്നോട് ഞാൻ ടയർ മാറിടാൻ പറഞ്ഞിട്ട് നീ ആഴമായി നോക്കി നടക്കായിരുന്നു. ഇന്ന് നിന്റെ അവസാനത്തെ ട്രിപ്പാ. അല്ല കൊല്ലല്ലേ, ഞാൻ ചത്താ പിന്നെ നിങ്ങക്ക് ലോങ് പോവാൻ ആരാ ഉണ്ടാവുക? അതെങ്കിലും ആലോചിക്കും. നിന്നെ എന്നാ വേണ്ടെന്ന് എനിക്കറിയോ. ഹലോ ഹലോ. അല്ലാ വിശേട്ടേ, ജോസേട്ടാ നമ്മളെ അപ്പേട്ടൻ പറഞ്ഞ ആളാ. നിങ്ങള് നല്ല പണിയാ കാണിച്ചേ ജോസേട്ടാ. ഓഹോ, ഇതാണോ പാർട്ടി? ആ അതെ. അല്ല നിങ്ങക്ക് എന്താ ഇവിടെ പരിപാടി? ബസ് സമരത്തിന്റെ കാര്യം ഇപ്പോഴാ അറിഞ്ഞത്. എന്നാ നമ്മളെ കൂടെ പോരി അല്ലേ ജോസേട്ടാ? ആ, ഇവിടെ വെച്ച് കാണാനും ഒരുമിച്ച് പോകാനുമായിരിക്കും വിധി അല്ലേ? അതെ അതെ. എന്നാ പിന്നെ ബാക്കി പോണ വഴിക്ക് പറയാം. വരീന്ന് വരീന്ന് വാ, നേരെ മുകളിൽ കയറിക്കോളി. അന്ന് ഗൗരിയും കൊണ്ട് പട്ടേലിന്റെ താവളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചപ്പോ ജീവൻ പണയം വെച്ചുള്ള കളിയാണതെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ എനിക്ക് പകരം പാവം അപ്പുവിന് ബലിയാടാകേണ്ടി വന്നു. നെഞ്ചിൽ കത്തിയിറങ്ങുമ്പോ അവൻ വിളിച്ച് പറയുകയായിരുന്നു, എത്രയും വേഗം രക്ഷപ്പെട്ടോളൂന്ന്. അച്ഛനെ, ഈ കളിയിൽ ദാ ഈ നിമിഷം തൊട്ട് ഞാൻ എന്റെ ജീവൻ കൂടെ വെക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇനിയുള്ള വഴിയിൽ എന്തു വന്നാലും നമ്മൾ ഒരുമിച്ച് നേരിടും. ചത്തു വീഴുന്നതിന് മുമ്പ് കഴിയാവുന്നതിന്റെ ഒക്കെ പണ്ട കുത്തി ഞാൻ പുറത്തിടും. അപ്പേട്ടനെ കൊന്ന പന്നീനങ്ങൾ എനിക്കൊന്ന് കാണിച്ചേരി. ഓന്റെ സെന്റർ ബോൾട്ട് ഞാൻ ഊരും. ചുമ്മാ ചളവള വർത്താനം വിളിച്ചു പറഞ്ഞ് അവസാനം വാലും ചുരുട്ടി ഓടിയാണ്ടല്ലോ, എന്റെ കയ്യറപ്പ് തീർക്കുന്നതിന്റെ പള്ളക്കായിരിക്കും. ജോസേട്ടാ, ഇത് പഴയ കുഞ്ഞമ്മതല്ല. പണ്ട് ഞാൻ തല്ലും അടിയും കണ്ട ഓടലുണ്ട്. പക്ഷെ ഇത് വിഷയം വേറെയല്ലേ? ജോസ്, അതാ അവന്മാര്. ആരാ? പട്ടേലിന്റെ ആൾക്കാർ. അപ്പൊ നേരെ കൊണ്ട് കേറ്റല്ലേ? വേണ്ട, ആപത്ത് വിളിച്ചു വരുത്തണ്ട. അത് ബുദ്ധിയാവില്ല. ജോസേട്ടാ, നിങ്ങളൊന്ന് റിവേഴ്സ് എടുത്തോളി. ആ അമുക്കളെടുത്ത് ചിലപ്പോ തോക്കുണ്ടാവും. ആ, വഴി ഉണ്ടാക്കാം. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കേ. അങ്ങോട്ട് കയറിക്കേ. ആ, കേറ്. വാ, കേറ് കൊച്ചേ. ആ, പേടിക്കണമെന്ന്. വാ, ആ കേറ്.
सब गाड़ियां चेक करो जल्दी। അവനെ വിട്ടോ. നിർത്ത് 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 നിർത്തണം. പുറത്ത് ഇറങ്ങാൻ ഇറങ്ങാൻ. എന്നാ കോപ്പേ ദാദാ പീസ് വേണ്ട കേട്ടോ. ആ സൈസ് എടുക്കുക. നിർത്ത്. കയറി നോക്കണം. മാറണോ? എന്തേ ചെക്ക് എങ്ങനെ മനസ്സിലായില്ല? ഓട്ടറാ കുഞ്ഞാമതേ, പിള്ളേരുടെ ആഗ്രഹമല്ലേ. ആ എന്നാടാ അതിനകത്ത്? ബീഹാറിൽ നിന്ന് കൊണ്ടുവരുന്ന 2 ആനകളാ, ഒരു കൊമ്പനും ഒരു പിടി. എവിടേക്ക് പോണ വണ്ടിയാടാ? കേരളത്തിലേക്ക്. മാറടാ മാറടാ. എന്താടാ ഇത്? എന്താടാ ഇത്? തുണിയാ, പാർസൽ കേരളത്തിലേക്ക്. ഡോർ തുറക്കണം. എന്നാത്തിനാ? തുറക്കണോ? തുറക്കാനാ പറഞ്ഞത്. തുറക്കടാ. ഈ എടുക്കട്ടെ. ഇങ്ങോട്ടിറങ്ങി. എന്താ? മുന്നിൽ ചെക്ക് പോസ്റ്റാ. അവിടെ ചെല്ലുമ്പോ ഡോർ തുറക്കാതിരിക്കാൻ പറ്റില്ല. ഇറങ്ങി ഓടിക്കൂ. ചെക്ക് പോസ്റ്റ് കഴിയുന്ന വളവ് ഞാൻ കാത്തു നിൽക്കാം. പെട്ടെന്ന്.
ജോസ് മാറ്, ഞാൻ ഓടിക്കാം. വിട്ടോളി. പാഴ്സൽ ലോറിയാണ്, മിക്കവാറും അവൻ കിടന്ന ആ ലോറി തന്നെയാവും. சரி விடு, அவன் ரொம்ப தூரம் போயிருக்க முடியாது. போலாம். വിടറാ. ആ നിർത്ത് നിർത്ത് നിർത്ത്. നമ്മൾ റൂട്ടൊക്കെ ഒന്ന് മാറിയാ വന്നത്. ഇവിടുന്ന് ഒരു 300 കിലോമീറ്റർ പുറകെ പോയി ഞങ്ങൾക്ക് ലോഡ് എടുക്കാനുണ്ട്. ഇനിയും ഞങ്ങളെയും കൊണ്ട് പോയാൽ വഴിയിൽ എന്തൊക്കെ കുഴപ്പങ്ങളാ കാത്തിരിക്കുന്നതെന്നറിയില്ല. നിങ്ങൾ പൊയ്ക്കോളൂ. അങ്ങനെ നിങ്ങളെ ഉപേക്ഷിച്ച് ഞങ്ങൾ പോവില്ല. ഒരു വഴിയുണ്ട്. ദാ ഈ സ്ഥലത്ത് എൻ്റെ ഒരു പരിചയക്കാരനുണ്ട്, കടുത്തുരുത്തിക്കാരനൊരു തങ്കച്ചൻ. പുള്ളി ഇവിടെ ഒരു ലോഡ്ജ് നടത്തുക. ഇന്നും നാളത്തെ പകലും നിങ്ങളിവിടെ തങ്ങണം. നാളെ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ എത്തും. പിന്നെ നിങ്ങളെ വീട്ടിലെത്തിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. എന്താ ഒന്ന് മാറിക്കേ. ഇരുന്നാട്ടെ സാറേ, ഇരിക്കും. നിങ്ങളെ പോലുള്ളവർക്കൊന്നും കഴിയാൻ തക്ക സ്റ്റാൻഡേർഡ് ഇതിനില്ല കേട്ടോ. ദേ, ഞങ്ങൾ ഈ തറ പാർട്ടീസിനെ ഉദ്ദേശിച്ച് നടത്തുന്നതാ. ഒരു രാത്രി മനസമാധാനത്തോടെ കഴിയാൻ ഒരിടം, അത്രേ വേണ്ടൂ. അതിനത് ധാരാളം. ആ പിന്നെ കേട്ടോ സാറേ, ഞാൻ കുറെ കാലം ബാംഗ്ലൂരിലുണ്ടായിരുന്നു. ഈ റെഡ്ഡിയുടെ കൂടെയുള്ള നായരുണ്ടല്ലോ, അയാളെ അവിടെ വെച്ച എനിക്കറിയാം. ആള് ചങ്ങനാശ്ശേരിക്കാരനാ. തല്ലിപ്പൊളി എന്ന് പറഞ്ഞ 6 തല്ലിപ്പൊളി. അയാളുടെ കയ്യിൽ നിന്നൊക്കെ ചാടി പോന്നതെന്ന് പറഞ്ഞു കേട്ടപ്പം സമ്മതിച്ചു കേട്ടോ സാറേ. നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞ് തങ്കച്ചനെ ഭയപ്പെടുത്തണ്ടെന്ന് ഞാൻ ജോസിനോട് പറഞ്ഞിരുന്നു. അയ്യോ, എന്തോന്ന് ഭയം സാറേ. കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായതുകൊണ്ട് എനിക്കൊന്ന് കരുതിയിരിക്കാലോ. ദേ, ഇവിടെ നമ്മൾ കൈഞ്ഞൊടിച്ചാൽ പറന്നു വരുന്ന പിള്ളേരാ, അപ്പാവികളാ. പിന്നെ മീശയുടെ തുമ്പ് വിരിച്ചു കാട്ടി എല്ലാത്തിനും ഒന്ന് വിറപ്പിച്ച് നിർത്തിയിരിക്കല്ലേ. ആ, ഞാൻ ഇനി ലാത്തി അടിച്ചെന്നാ ശരിയാകില്ല. സാറ് സിസ്റ്റർ ഒന്ന് റെസ്റ്റ് എടുക്കാട്ടെ. ആ പിന്നൊരു കാര്യം, നമ്മുടെ പുള്ളിക്കാരി അങ്ങ് നാട്ടിൽ പോയിരിക്കുക. 4ാമത്തേത് റിലീസ് ചെയ്യാൻ. അല്ലായിരുന്ന വല്ല മിണ്ടിയും പറഞ്ഞ് എൻ്റെ വീട്ടിൽ തന്നെ കൂടാമായിരുന്നു. അപ്പോ ശകലം കഴിഞ്ഞ് ഞാനിങ്ങോട്ട് വരാം. വരട്ടെ പെങ്ങളെ.
എടുക്കണ്ട. എന്താ அண்ணா கேக்குறாரு, அவருக்கு ஒன்னு அட்டன் பண்றதுக்கு இன்ட்ரெஸ்ட் இருக்குது, எப்படி வசதி? Bloody bugger. നോക്കൂ, മടക്കലൊന്നും വേണ്ട കേട്ടോ. എന്താടാ? வாடா படம் கூப்பிடாத. நான் யார் தெரியுமில்ல? ராஜமாணிக்கம். நம்ம ஏரியாவுக்கு வந்து நம்ம இடத்துக்கு வந்து ஒரு அழகான கிளி மாதிரி பொண்ண அனுபவிச்சுட்டு போறேன்னா அது சரிப்பட்டு வராது. உனக்கு எவ்வளவு பணம் வேணும்னு சொல்லு. கொல்லு ஞான். அண்ணாச்சி விடுங்கோ விடுங்கோ, இந்த பொறுக்கை பாரு அப்புறம் பாத்துக்கலாம். இன்னைக்கு வரைக்கும் இந்த ராஜமாணிக்கம் முன்னாடி ஒருத்தன் கூட கை நீட்டி பேசுறது கிடையாது. நீ இன்னும் வேற ஆணுங்களை நேரில் கண்டிருக்கலன்னு பரா. விபச்சார குற்றத்துக்காக ஒன்னையும் அந்த பொண்ணையும் போலீஸ்ல மாட்டி கொடுக்கலன்னு பாரு. நான் தான் சொல்றேன், ராஜமாணிக்கம். ராஜமாணிக்கம் நின்ற தேங்க போற புள்ள. என்னங்க ഇത് കഴുത്തി കെട്ടിക്ക്. ആ നാറി ചിലപ്പോ പോലീസുകാരെയും വിളിച്ചോണ്ട് വരും, അവരെ ബോധ്യപ്പെടുത്താൻ. വേറെ മാർഗമില്ലാഞ്ഞിട്ടാ. അങ്ങനെ ഒരു സീരിയസ്നെസ് ഒന്നും ഇതിന് കൊടുക്കണ്ട. എങ്ങനെ പാടില്ലാന്ന്? പാടുള്ളതല്ലോ എന്റെയും നിന്റെയും ജീവിതത്തിൽ നമ്മൾ നേരിടുന്നതൊന്നും. വേട്ട നായ്ക്കളെ പോലെ എപ്പ വേണമെങ്കിലും മുന്നിൽ ചാടി വീഴാവുന്ന ഒരു കൂട്ടം ആളുകൾ, ജീവന് മുറുക്കെ പിടിച്ചുകൊണ്ടുള്ള ഓട്ടം. ഇതിനിടയിൽ എത്ര തവണ കയ്യിൽ ചോര പുരണ്ടു നിനക്കറിയോ? മഹാനഗരങ്ങളുടെ വന്യതകളിൽ നിന്ന് ഓടി ഒളിച്ച് നന്മ മാത്രമുള്ളൊരു നാട്ടിൻ പുറത്ത് ഒരു നോവും അറിയാതെ ഒന്നിനെ നോവിക്കാതെ കഴിഞ്ഞവനാണ് ഞാൻ. ജീവിതം എന്നെ വലിച്ചെറിഞ്ഞത് എവിടേക്കാണെന്ന് നിനക്കറിയില്ലേ? എന്റെ പെങ്ങളുടെ കണ്ണീരുണങ്ങിയിട്ടില്ലാത്ത മനസ്സിൽ നിന്റെ തേങ്ങൽ ഉയർന്നു. ഇപ്പൊ വിധിയോട് യുദ്ധം ചെയ്ത് നിന്നെ ഞാൻ ഇവിടം വരെ എത്തിച്ചു. എന്റെ തല അറത്തിട്ടാലും നിന്നെ നിന്റെ വീട്ടിലെത്തിക്കുക. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. നോക്കൂട്ടി, ലക്ഷ്യത്തിലെത്തും മുമ്പ് നമ്മൾ അണിയുന്ന മറ്റൊരു വേഷം, അങ്ങനെ കൂട്ടിയാൽ മതി ഇതിനെ. നല്ല ആളാ ആ രാജമാണിക്കായിട്ട് കോർത്തു അല്ലേ? അവൻ ആള് പെശക. ഞാനൊന്ന് പുറത്തു പോയിരിക്കായിരുന്നു, ഇല്ലെങ്കിൽ കോംപ്രമൈസ് ആക്കി വിടായിരുന്നു. തന്തയില്ലായ്മയും പറഞ്ഞുകൊണ്ട് വന്നപ്പോ മറ്റൊന്നും ഓർക്കാൻ തോന്നിയില്ല. ഏതായാലും ഇനി ഇപ്പൊ ഇവിടെ നിന്നാ കുഴപ്പമാ. നമുക്കൊരു പണി ചെയ്യാം. സാറും പെങ്ങളും ഒന്ന് റെഡിയാകും. എന്റെ കാറിൽ കയറി ഇവിടുന്ന് എത്രയും ദൂരമായാലും ഞാൻ കൊണ്ടാക്കാം. എന്താ? അയ്യോ, പെങ്ങൾ അങ്ങ് ഭയന്നു നിൽക്കുകയായിരുന്നു. എന്നാ ചെയ്യാനാ, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ മേലാത്ത ചില പോക്രികൾ എല്ലാ നാട്ടിലും ഉണ്ട്. നിങ്ങളൊന്ന് വേറെ റെഡിയായിട്ട് വന്നാട്ടെ. ഈ റോഡ് കേരള ബോർഡറിലേക്കുള്ള ഒരു ഷോർട്ട് കട്ടാണ്. നമുക്കിതാ സേഫ്. വേണ്ട സാറിപ്പോ കുടിക്കത്തേ ഇല്ല? ഇല്ല. ഞാൻ ഡെയിലി 4 എണ്ണം കയറും. നമ്മളിത്തിരി മിനിങ്ങിക്കൊണ്ട് ചെല്ലുന്നത് പുള്ളിക്കാരത്തേക്ക് ഒരു രസമാ.
ആ ഹരം ഒന്ന് മനസ്സിലായ പിന്നെ സാറും വിടുകയല്ല. താനാ കൈയൊന്നെടുത്ത്. ആ ഒരു കൈയല്ലേ സാറ്, അത് ചുമ്മാ അവിടെ ഇരുന്നോട്ട്. അത് ചുമ്മാതെ അവിടെ ഇരിക്കാത്തോണ്ടാ പറയണേ. എടുക്കണോ കൈ? എടാ ഫ്രാൻസിസ്, വണ്ടി നിർത്തി. എടാ സാറിന് ഏതാണ്ട് വേനക്കേട് പോലെ. ബുദ്ധിമുട്ടാണ്, ഇറങ്ങിയേ. ഇറങ്ങാം. അവിടെ നിക്ക്, നീ ഇതിലെ വാ. എടാ സാറിനെ കൈ വെക്കുന്ന ഒന്ന് പഠിപ്പിച്ചു കൊടുത്തേ. മലയാളി സ്നേഹം പറഞ്ഞോണ്ട് വന്ന ചെത്ത്. ഇങ്ങോട്ട് കയറടി, എടി ഇങ്ങോട്ട് കയറടി. അവനെ എടുത്തിട്ട് ഈടാ. എടാ എന്റെ വണ്ടി നിർത്താ. എടാ ശവം. ഒരു വീടാണെന്ന് തോന്നുന്നു. വാ നമുക്ക് പോയി നോക്കാം. ഭാഗ്യം, മനുഷ്യരാരുമില്ല. ഈ യാത്രയിൽ ഒന്നെനിക്ക് മനസ്സിലായി,
ആകാശത്തിന് കീഴിൽ ഭയപ്പെടേണ്ട ഒരേ ഒരു മൃഗം മനുഷ്യൻ മാത്രമാണ്. എന്തോ മനസ്സ് പറയുന്നു എല്ലാം തീർന്നു. ഇനി വൈകാതെ നീ നിന്റെ വീട്ടിലെത്തും. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നം പോലെ മറന്ന് നിനക്കൊരു പുതിയ ജന്മം. നിന്റെ അനിയൻ, പാട്ടി, അമ്മ. നിന്റെ മറന്നുപോയ ചിരി ഇനി മായാതെ ഈ മുഖത്തുണ്ടാവണം. എന്റെ പേടിയൊക്കെ മാറി. എനിക്ക് വിശ്വാസമുണ്ട് എനിക്കെല്ലാം തിരിച്ചു കിട്ടുമെന്ന്. പക്ഷേ എന്നെക്കുറിച്ച് ഓർത്ത് മാത്രമേ എനിക്ക് ദുഃഖിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? എല്ലാം മറക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ ഞാനും ഉൾപ്പെടും. നിന്റെ അമ്മയുടെ കൈകളിലേക്ക് നീ ഓടിച്ചെല്ലുന്നതോടെ ഞാൻ പിന്മാറും. ഗൗരി, തിരിഞ്ഞു നോക്കരുത്. ഇല്ല, എനിക്ക് കിട്ടാൻ പോണെന്ന് പറഞ്ഞില്ലേ പുതിയ ജന്മം. എനിക്ക് തനിച്ചത് വേണ്ട, അവിടെ ഉണ്ടാവണം എന്നും. ഇല്ലാന്ന് പറഞ്ഞ എനിക്ക് ബന്ധപ്പെട്ട് എവിടെ എത്തും വേണ്ട. എന്താ ഗൗരി ഇത്? വെറുതെ അബദ്ധം. പക്ഷേ ഇതെന്റെ കഴുത്ത് കെട്ടുമ്പോ മനസ്സിൽ ഞാൻ അമ്മയുടെ കാല് തൊട്ട് അനുവാദം വാങ്ങുമായിരുന്നു. കൊട്ടും കുരവയും മംഗള ശ്ലോകങ്ങളും ഞാൻ കേട്ടു. അതിനുശേഷം മാത്രമാണ് ഞാൻ മോഹിക്കാൻ തുടങ്ങിയത്. നോക്കൂ ഗൗരി, അത് ആ താലി നമുക്ക് രക്ഷപ്പെടാൻ നമ്മൾ കണ്ടെത്തിയ ഒരു വഴി മാത്രമാണ്. ഇങ്ങനെ കാണിക്കാൻ ഞാൻ അയച്ചത്. ഇല്ല, അത് പാടില്ല. രക്ഷപ്പെടാനുള്ള വഴിയെന്ന് പറഞ്ഞില്ല, അത് സത്യമാണ്. ആ വിശ്വാസത്തോടെയാണ് ഒരു പെൺകുട്ടി ഇത് കെട്ടാൻ നിന്ന് കൊടുക്കുന്നതും. ഒരിക്കൽ കെട്ടിയ പിന്നെ അഴിയരുതെന്നായിരിക്കും അവളുടെ പ്രാർത്ഥന. എന്നെ ഉപേക്ഷിച്ചു പോകരുത്. എല്ലാം കഴിഞ്ഞ് കയ്യിൽ കിട്ടുന്നത് രണ്ടുപേർ കൂടി ഒരു ജീവിതമാവണം. ഒരാൾക്ക് മാത്രമായിട്ടാണെങ്കിൽ അത് വേണ്ട. കൊന്നോട്ടെ ആരെങ്കിലും, മരിക്കാൻ ഞാൻ തയ്യാറാ. ഗൗരി, നിനക്കിപ്പോ വേണ്ടത് നല്ല ഒരു ഉറക്കമാണ്. ചെല്ലേ, ചെന്ന് കിടന്നുറങ്ങാൻ നോക്ക്. കഴിവേറടാ മോൻ. അവൻ എവിടെ ചെന്ന് പറ്റിയാലും ഞാൻ വിടുകയല്ലോ. കുത്തി പണ്ടം ഞാൻ എടുക്കും. ഛേ, വണ്ടി വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞവനെയും കാണുന്നില്ല. ആരാടാ നീ? ഇത് ഞാനാ, തങ്കച്ചൻ. എന്നെ മനസ്സിലായില്ലേ?
രാമസ്വാമി ഗൗഡറുടെ ഡ്രൈവറായിരുന്നു. ആ നമ്മൾ ബാംഗ്ലൂർ വെച്ച് താനെന്താ ഇവിടെ? ആ നിങ്ങൾ ആ വിശ്വാസനെ തപ്പി ഇറങ്ങിയതല്ലേ? എനിക്കറിയാം. അവനിതേ എന്റെ വണ്ടിയും കൊണ്ട് ഈ റൂട്ടിലാ പോയിരിക്കുന്നത്. நாயர் சார் அவன் இந்த வழிக்கு தான் போயிருக்கான்னு இவன் சொல்றாரு. சரி, அவனையும் வண்டி ஏற சொல்லு. ശരി സാർ. അതാനും കയറാം. ആ ഞാൻ കയറാം. പക്ഷെ അവന്റെ ചങ്ക് പൊളിക്കുന്ന കാര്യം എനിക്ക് വിട്ടേക്കണം. കേറണോ?